കിള്ളൂരിൽ ആരംഭിക്കുന്ന സിനി കോംപ്ലക്സ് കൊട്ടാരക്കരയുടെ സാംസ്കാരിക മുഖച്ഛായയ്ക്ക് മാറ്റുകൂട്ടുമെന്ന് മന്ത്രി സജി ചെറിയാൻ. നെടുവത്തൂരിലെ കിള്ളൂരിൽ ആരംഭിക്കുന്ന കൊട്ടാരക്കര ശ്രീധരൻ നായർ ഭരത് മുരളി സിനി കോംപ്ലക്സിന്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തുടനീളം 100 തിയേറ്ററുകൾ നിർമ്മിക്കുന്ന ലക്ഷ്യവുമായി സർക്കാർ മുന്നേറുകയാണെന്ന് മന്ത്രി പറഞ്ഞു. സാംസ്കാരിക വകുപ്പും KSFDCയും സംയുക്തമായി 41.5 കോടി രൂപ വിനിയോഗിച്ചാണ് തിയേറ്റർ നിർമ്മിക്കുന്നത്. 3 നിലകളിൽ 3 സ്ക്രീനുകളോട് കൂടിയ സിനി കോംപ്ലക്സിൽ ഫിലിം മ്യൂസിയം, റെക്കോർഡിംഗ് സ്റ്റുഡിയോ, ഗെയിം സോൺ, ഫുഡ് കോർട്ട്, 2 നിലകളിലായുള്ള പാർക്കിംഗ്, എസ്കലേറ്റർ തുടങ്ങിയ സൗകര്യവും ഉണ്ടാകും. നല്ല സിനിമകളെ ജനങ്ങളിലേക്ക് എത്തിക്കാനും കലയെ സ്നേഹിക്കുന്നവർക്ക് ഒത്തുചേരാനും സമുച്ചയം വഴിയൊരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. കൊട്ടാരക്കരയെ സംബന്ധിച്ച് ചരിത്രം കുറിക്കുന്ന ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ നേരിട്ടെത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ ഔദ്യോഗികമായ ചുമതലകൾ ധാരാളം നിർവഹിക്കാനുള്ളതുകൊണ്ടാണ് എത്താൻ കഴിയാറ്. അത് ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. ഈ ഗവൺമെന്റ് സംസ്ഥാനത്തുടനീളം 100 തിയേറ്ററുകൾ നിർമ്മിക്കുക എന്ന വാഗ്ദാനവുമായിട്ടാണ് അധികാരത്തിൽ വന്നത്. ആ തിയേറ്റർ ഓരോന്നായി നിർമ്മിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് നിങ്ങളുടെ ബഹുമാന്യായ ജനകീയ MLA ശ്രീ KN ബാലഗോപാൽ കൊട്ടാരക്കരയിൽ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കിഫ്ബി വഴി അതിനുള്ള നിവേദനം നൽകുന്നത്. തീർച്ചയായിട്ടും അതിന് അദ്ദേഹത്തിന്റെ നിർദ്ദേശം മാനിച്ചുകൊണ്ട് സാംസ്കാരിക വകുപ്പ് KSFDC കൊട്ടാരക്കരയിൽ ഒരു മനോഹരമായ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ 3 സ്ക്രീനോടുകൂടി ആരംഭിക്കുന്നതിന് ഭരണാനുമതി നൽകി എന്നത് അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏകദേശം 37.5 കോടി രൂപ ചെലവഴിച്ചാണ് കൊട്ടാരക്കര നെടുവത്തൂരിൽ ഈ സമുച്ചയം നിർമ്മിക്കുന്നത്. 3 നിലകളിലായിട്ടുള്ള 3 സ്ക്രീനുകൾ മൾട്ടിപ്ലക്സ്, ഒപ്പം ഫിലിം മ്യൂസിയം, റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഇതിന്റെ പ്രത്യേകതകളാണ്. അതോടൊപ്പം തന്നെ ഒരു വലിയ ഫുഡ് കോർട്ട്, ഗെയിമിംഗ് സോൺ, 2 നിലകളുള്ള പാർക്കിംഗ് സൗകര്യം, എക്സ്കലേറ്ററുകൾ എന്നിവയും ഇവിടെ ഉണ്ടാവും. മന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു. അദ്ദേഹം അന്തരിക്കുന്നതിന് 2 മാസം മുമ്പ് ഇവിടെ വന്നു. അപ്പൊ അങ്ങനെ നോക്കി ഈ സ്ഥലം തന്നെ എന്ന് ഫിക്സ് ചെയ്തപ്പോ ഏറ്റവും മനോഹരമായ, ഏറ്റവും നന്നായ ഒരു സ്ഥലമാണ്. 2 പഞ്ചായത്തുകളുടെ സെന്ററാണ്. വാസ്തവത്തിൽ നെടുവത്തൂർ പഞ്ചായത്താണെങ്കിലും തൊട്ടപ്പുറം എഴുകണം. കൊട്ടാരക്കര എന്ന് പറയുന്ന ഈ റോഡിനകത്ത് കൊട്ടാരക്കരയിലെ ജില്ലയിലെ പല സ്ഥലത്തുനിന്നും ആൾക്ക് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നല്ല MC റോഡിന്റെ NH സൈഡാണ്. ഇവിടെ പാർക്കിംഗ് സ്ഥലമുണ്ട്. എല്ലാം ഉള്ള ഈ സ്ഥലമാവുന്ന നല്ലതെന്ന് തീരുമാനിച്ചു. അങ്ങനെ 3 സ്ക്രീനുള്ള ഒരു പദ്ധതിയാണ്. 3 സ്ക്രീൻ, ഞാനിപ്പോ പറഞ്ഞത് വെറും സ്ക്രീൻ മാത്രം പോരാ, ഒരു സാംസ്കാരിക കേന്ദ്രമാവണം. അത്യാവശ്യം ആളുകൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ പുറത്തേക്ക് പോകാന്ന് കഴിഞ്ഞാൽ സിനിമ കാണുന്നില്ല. ഔട്ടിംഗ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു റെസ്റ്റോറന്റും കുറച്ച് കുട്ടികളൊക്കെ വന്നാൽ അവർക്കൊക്കെ ഇരിക്കാവുന്ന തരത്തിലേക്കുള്ള കാര്യമാണ്. അങ്ങനെ ഒരു പരിപാടി എന്ന നിലയിലാണ് കിഫ്ബിയാണ് ഇത് ഏറ്റെടുക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പൊ ഇതിന് ചില സാങ്കേതിക പ്രശ്നമുണ്ട്. കിഫ്ബി വരുമ്പോ ഇതിന്റെ KSFDC എങ്ങനെ പണം കൊടുക്കും തുടങ്ങിയ ചെറിയൊരു പങ്ക് കൊടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, നവകേരള സദസ്സിന് ഒരു MLAക്ക്, കേരളത്തിലെ എല്ലാ MLAമാർക്കും ഒരു MLAക്ക് 7 കോടി രൂപ വീതം ഉള്ള ഒരു വർക്ക് ഡെവലപ്മെന്റ് കൊടുക്കാമെന്ന് ഞങ്ങൾ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു. ഞാൻ ബഡ്ജറ്റിൽ ആ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടുന്ന നവകേരള സദസ്സിന്റെ തുകയിൽ 4 കോടി രൂപ 2 പദ്ധതിയാണ്. ഒന്ന്, ഒരു നല്ല സ്റ്റേഡിയം വേണം കൊട്ടാരക്കര, അതിനൊരു ഭാഗം. 4 കോടി ഇതിനും കൂടി വെക്കാം. KSFDC MD PS പ്രിയദർശനൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അഭിനേത്രി ശോഭ മോഹൻ വിശിഷ്ടാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് SR അരുൺ ബാബു, KSFDC ചെയർമാൻ K മധു, നിർമ്മാതാക്കളായ അനിൽകുമാർ അമ്പലക്കര, വിനായക അജിത്ത, സംവിധായകരായ ബൈജു അമ്പലക്കര, രഞ്ജിലാൽ ദാമോദരൻ, നിരൂപകൻ പല്ലുശ്ശേരി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് V സുമലാൽ, KS ശിജുകുമാർ, വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുലക്ഷ്മി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ V വിദ്യ, P പ്രിയ, S രേഖ, ഗ്രാമപഞ്ചായത്ത് അംഗം K ഉണ്ണികൃഷ്ണപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.